ആക്ടർ രാജേഷ് മാധവൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഒരു എക്സെൻട്രിക് സ്വഭാവത്തിലുള്ള സറ്റയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. മനുഷ്യഗണത്തിന്റെ ചാടിക്കയറി ജഡ്ജ് ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള ടെൻഡൻസിയും പൊതുവെയുള്ള ഒരു സാഡിസവും ഈ സിനിമ കാണിക്കുന്നത് പാരലലായിട്ട് മൃഗങ്ങളുടെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഇടയ്ക്ക് വരുന്ന ഹ്യൂമറും ആകെ മൊത്തത്തിലുള്ള കഥയുടെ ഒരു ഘടനയും സിനിമയെ ഒരു പരിധിവരെ എൻഗേജിങ് ആക്കുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയെ കുറച്ച് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് പ്രസന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പെണ്ണും പൊറാട്ടിനും ചെറുതായിട്ട് ഗ്രിപ്പ് നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഈ സിനിമ 2025 നവംബറിൽ ഗോവയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ വെച്ച് കണ്ടപ്പോൾ അതിന്റെ ദൈർഘ്യം 122 മിനിറ്റ് ആയിരുന്നു. എന്നാൽ തിയേറ്റർ പതിപ്പ് വന്നിട്ടുള്ളത് 120 മിനിറ്റ് ആണ്. ആവശ്യമില്ലാത്തത് അവർ ഒഴിവാക്കിയത് കൊണ്ടാണോ രണ്ടാം കാഴ്ചയിൽ വേറെ രീതിയിൽ പടം കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, തിയേറ്റർ പതിപ്പ് കുറച്ചുകൂടെ ഒതുക്കമുള്ളതായിട്ട് തോന്നി. പട്ടട എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. സ്വന്തമായി വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു പെൺകുട്ടിയാണ് അവിടെയുള്ള ചാരുലത. എന്നാൽ അവിടുത്തെ ചില ആൺകൂട്ടം ചാരുലതയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു വരുത്തുന്നു. ഇതിന് സമാന്തരമായിട്ട് അവിടെയുള്ള സുട്ടു എന്ന പട്ടിക്ക് പേ പിടിച്ചിട്ടുണ്ട് എന്നൊരു റൂമറും പരക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ആ ഗ്രാമത്തിന്റെ അജണ്ട സുട്ടുവിനെ പിടിക്കലും ചാരുലതയെ ആൾക്കൂട്ട വിചാരണ നടത്തുക എന്നതും ആകുന്നു. ഇതെല്ലാം കൂടെ എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടത്തിന്റെ ഒരു എക്സിക്യൂഷൻ നോക്കുകയാണെങ്കിൽ മൃഗങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കുറഞ്ഞ ചില സ്ഥലങ്ങളിൽ നമ്മൾ മൃഗങ്ങളെ മാത്രം കാണുമ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങളോട് സഹാനുഭൂതി ഉള്ളവരെ കാണിക്കുമ്പോൾ പടത്തിന്റെ ടെമ്പോയും പിച്ചും വളരെ നോർമലാണ്. പക്ഷെ മനുഷ്യന്മാരെ പറ്റി കഥ പറയുമ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങൾ മനുഷ്യന്മാരെ നോക്കുന്നത് കാണിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു എക്സാജറേഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മോശം കാര്യമാണ് എന്നല്ല പറയുന്നത്, ഒരു ഡയറക്ടറുടെ ക്രാഫ്റ്റ് ചോയ്സ് ആണത്. ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്രോച്ചാണ്. പക്ഷേ അത്തരത്തിലുള്ള ഓവറാക്കുന്ന ഹ്യൂമറിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മീറ്റർ ഒരു പൊടിക്ക് കൂടിയാൽ വരെ അത് വല്ലാതെ മുഴച്ചു നിൽക്കും. രാജേഷ് മാധവൻ ഇതിനു മുന്നേ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്തിട്ടുള്ള 2 സിനിമകളാണ് കനകം കാമിനി കലഹവും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയും. ഞാൻ ഈ 2 സിനിമകളെക്കുറിച്ച് സംസാരിക്കാൻ കാരണം രണ്ടും വേണമെങ്കിൽ എക്സെൻട്രിക് കോമഡി ഗണത്തിൽ പെടുത്താവുന്ന സിനിമകളാണെങ്കിലും കനകം കാമിനി കലഹം ഇംപ്രവൈസേഷനിൽ ഒരു മിതത്വം പാലിച്ച സിനിമയായിരുന്നു. എന്നാൽ സുരേഷിനും സുമലതയും ഓരോ സീനും ഓവർഡു ചെയ്തുകൊണ്ട് ക്ഷമ പരീക്ഷിച്ചൊരു സിനിമയാണ്. പെണ്ണും പൊറാട്ടിലേക്കും വരുമ്പോൾ നല്ലൊരു ശതമാനവും കനകം കാമിനി പോലെയുള്ള മിതത്വമുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും മനുഷ്യന്മാരെ കാരിക്കേച്ചറുകളാക്കേണ്ട ചില സീനുകളിൽ ഒരു പരിധിക്ക് ശേഷം ഞാൻ മേലെ പറഞ്ഞ ഓവർഡു ചെയ്യുന്ന രീതിയിലേക്ക് പടം കടക്കുന്നുണ്ട്. റാണി പത്മിനിയുടെയും ഭീഷ്മപർവത്തിന്റെയും സഹരചയിതാവായിട്ടുള്ള രവിശങ്കറാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. കോൺസെപ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പെണ്ണും പൊറാട്ടും. 2 പാരലൽ നരേറ്റീവുകൾ ഒരേ സമയം സംഭവിക്കുന്ന ഒരു കെയോട്ടിക് കോമഡി സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ ഇങ്ങനെ പിന്തിരിപ്പന്മാരായിട്ടുള്ള പഴഞ്ചൻ ആളുകൾ മോഡേൺ ആയിട്ടുള്ള ചിന്തകളോട് പ്രതികരിക്കുന്നത് കാണിക്കുന്നത് തീമാറ്റിക്കലി പടത്തിന് ഒരു ഫൺ മൂഡ് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും രസകരമായ സീൻ തമ്മിൽ തല്ലുന്ന 2 കൂട്ടർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിച്ചിരിക്കേണ്ടി വരുന്ന മൊമെന്റാണ്. വിദ്വേഷം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് മെറ്റഫോർ രീതിയിൽ രാജേഷ് മാധവൻ കാണിക്കുന്നുണ്ട്. ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ ഞാൻ ആദ്യം കണ്ടപ്പോൾ ചില എപ്പിസോഡുകളിൽ പടം തമാശയ്ക്ക് വേണ്ടി കുറച്ചധികം നേരം കടിച്ചു തൂങ്ങുന്നതായിട്ട് തോന്നിയിരുന്നു. ക്രാഫ്റ്റ് വൈസ് ഈ ഒരു ട്രീറ്റ്മെന്റ് ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും കുറേ നേരം ഇതിന്റെ ഒരു മാഡ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പടം പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മൂർച്ച ലേശം കുറഞ്ഞു പോയിരുന്നു. എന്നാൽ തിയേറ്റർ വേർഷനിലേക്ക് വരുമ്പോൾ ഡിസ്ട്രാക്ഷൻ ആകുന്ന കെയോസ് കുറയ്ക്കാൻ ഒരു പരിധിവരെ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സ്ലോ മോഷനും കൺവെൻഷണൽ അല്ലാത്ത മ്യൂസിക്കും ഒക്കെയുള്ള ഇതിലെ ഹ്യൂമർ പരിപാടികൾ ചില സ്ഥലത്തൊക്കെ ചിരിയേക്കാൾ കൂടുതൽ ബഹളമായിട്ടാണ് തോന്നുന്നത്. പിച്ച് വല്ലാതെ മാറുന്ന അത്തരം സ്ഥലങ്ങളിൽ അവർ പ്ലേസ് ചെയ്തിട്ടുള്ള സട്ടിലായിട്ടുള്ള തിങ്കളാഴ്ച നിശ്ചയത്തിലൊക്കെ കണ്ടിട്ടുള്ള തരം ഹ്യൂമറാണ് പടത്തെ രക്ഷിക്കുന്നത്. കഥ പറച്ചിലിന്റെ ഒരു ടോൺ എക്സാജറേറ്റഡ് ആയതുകൊണ്ട് സിനിമാറ്റോഗ്രാഫി വൈഡ് ആയിട്ടുള്ള ലെൻസുകളും ഹയർ ഫ്രെയിം റേറ്റും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ലെയറുകളുള്ള ഇതിലെ സൗണ്ട് ഡിസൈനിനെ പലപ്പോഴും സീനിനെ നാവിഗേറ്റ് ചെയ്യുന്ന മെയിൻ എലമെന്റ് ആയിട്ട് വരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. സ്ക്രീൻ ടൈം താരതമ്യേന വളരെ കുറവാണെങ്കിലും ചാരുലത എന്ന പ്രധാന കഥാപാത്രത്തെ റെയ്ന രാധാകൃഷ്ണൻ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ സിനിമയ്ക്ക് ഒരു എലിവേഷൻ കൊടുക്കുന്നത് റെയ്നയുടെ പെർഫോമൻസ് ആണ്. രാജേഷ് മാധവൻ അദ്ദേഹവുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന തരം ഒരു കഥാപാത്രമായിട്ട് പടത്തിന്റെ 2ാം പകുതിയിൽ വരുന്നുണ്ട്. പുതുമുഖങ്ങളായിട്ടുള്ള ഒരുപാട് നടീനടന്മാർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പെണ്ണും പൊറാട്ടും. എല്ലാവരും തന്നെ സാമാന്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാൻ തോന്നിയ 3 പേരുകൾ സുജാതൻ മാഷായിട്ട് വന്ന ഷനൂജ് അലനല്ലൂർ, വർഷ വത്സൻ, സതീഷ് പുളിക്ക എന്നിവരുടേതായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിഷ്വൽ എഫക്ട്സ് ക്വാളിറ്റിയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും പെണ്ണും പൊറാട്ടിനുമുണ്ട്. കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സീനുകൾ, ചേസ് സീനുകൾ, പിന്നെ മൃഗങ്ങളുള്ള സീനുകൾ, കഥ മികച്ച രീതിയിൽ നരേറ്റ് ചെയ്യാൻ വേണ്ടി സ്കെയിലിനെ ഉപയോഗിക്കുന്നത് നമുക്ക് ഫിലിം മേക്കിങ്ങിൽ ഇവിടെ കാണാൻ സാധിക്കും. സെന്ന ഹെഗ്ഡെയുടെ തിങ്കളാഴ്ച നിശ്ചയവും രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ കനകം കാമിനി കലഹവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും പെണ്ണും പൊറാട്ടും എന്ന സിനിമയിൽ കാണാൻ സാധിക്കും. സട്ടയർ ഉണ്ടാക്കുക എന്ന ഉദ്ദേശം വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്ന മാഡ്നസ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും അത് ഓവർഡു ചെയ്ത ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മുഴച്ചു നിൽക്കുന്നു എന്നതായിരുന്നു ഈ സിനിമയ്ക്ക് തോന്നിയ ഒരു ചെറിയ ന്യൂനത. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്